Hi students, welcome back. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് റേഡിയോ ആക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയസ് ബൈ ദ എമിഷൻ ഓഫ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ പാർട്ടിക്കിൾസ്. ആൽഫ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ഗാമ പാർട്ടിക്കിൾസിനെ സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യാണ്, എമിറ്റ് ചെയ്തുകൊണ്ട് ആറ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാണ്, നശിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പൊ അതിന് പറയുന്നതാണ് റേഡിയോ ആക്ടിവിറ്റി. സ്പോണ്ടേനിയസ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദി ന്യൂക്ലിയസ് ബൈ ദ എമിഷൻ ഓഫ് ആൽഫ, ബീറ്റ, ഗാമ പാർട്ടിക്കിൾ ഈസ് നോൺ ആസ് റേഡിയോ ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ എമിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ ഏതൊക്കെയാണ്? ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഗാമ പാർട്ടിക്കിൾ. ഓക്കെ, ഈ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, നശിച്ചു പോവുകയാണ്. ഓക്കെ, അതിന് പറയുന്ന പേരാണ് റേഡിയോ ആക്ടിവിറ്റി. ഓക്കെ, ഇനി നമുക്ക് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ അല്ലെ, ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ എന്താണ് പറയുന്നതെന്ന് നോക്കാം. റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ ലോയിൽ പറയുന്നത് റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയേ അണ്ടർഗോസ് ഡിസിൻറ്റഗ്രേഷൻ അല്ലെ, dN/dt എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂക്ലിയേ അണ്ടർഗോസ് ഡിസിൻറ്റഗ്രേഷൻ അഥവാ റേറ്റ് അല്ലെ, റേറ്റ് ഓഫ് ന്യൂക്ലിയസ് അണ്ടർഗോസ് ഡിസിൻറ്റഗ്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ന്യൂക്ലിയേ പ്രസന്റ് അറ്റ് ദാറ്റ് സാമ്പിൾ അല്ലെ. ആ സാമ്പിളില് ആ ഒരു ഗിവൺ ഇൻസ്റ്റന്റില് എത്ര ന്യൂക്ലിയസ് ഉണ്ടോ അതിന് എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയാം. അപ്പോൾ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു number of nuclei present in the sample at that instant. ആ ഇൻസ്റ്റന്റില് ആ സാമ്പിളില് എത്ര ന്യൂക്ലിയസ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും എന്തെന്ന് പറയാ, ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുക. ഓക്കെ, അപ്പൊ dN/dt is directly proportional to n. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എഴുതാം dN divided by dt is equal to dN/dt is equal to a constant lambda into n. Okay, a constant lambda into n. Lambda എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നെഗറ്റീവ് സൈൻ കൂടി ഉണ്ട്. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് the nucleus undergoes disintegration അല്ലെ, നശിച്ചു പോവുകയാണ് എന്നുള്ള കേസാണ്. ഡിസിൻറ്റഗ്രേഷൻ ആയതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ dN divided by n is equal to, what about dN/n? dN/n is equal to minus lambda into dt. dN/n is equal to minus lambda into dt എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് രണ്ട് സൈഡിലും ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്തെടുത്താൽ അല്ലെ, integral of dN/n, integral of dN divided by n is equal to integral of അല്ലെ minus lambda into dt, minus lambda into dt. നെഗറ്റീവ് സൈൻ ഇവിടെ ഉണ്ട്. ഓക്കെ, integral of dN/n, integral of dN/n എന്ന് പറഞ്ഞാൽ log n ആണ്. അപ്പൊ log n is equal to അല്ലെ, log n, dN/n is equal to log n. log n is equal to minus lambda into t plus a constant of integration. Minus lambda constant ആണ്, അതിനെ പുറത്തേക്ക് എടുത്തു. integral of dt is equal to t ആണ്. ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനും കൂടെ നമ്മൾ കൊടുത്തു. അപ്പൊ log n is equal to minus lambda t plus c. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് സിയുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. at time t is equal to 0, at time t is equal to 0, number of atom എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി എത്ര ആറ്റം ഉണ്ട് അല്ലെ, ആ സാമ്പിളില് ഇനിഷ്യൽ എത്ര ആറ്റം ഉണ്ടെന്നുള്ളതാണ്. at time t is equal to 0, number of atom n is equal to നമുക്ക് എന്തെന്ന് കൊടുക്കാം, n0 എന്ന് എടുക്കാം. അങ്ങനെ n is equal to n0 ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, log n0 അല്ലെ, log n0 is equal to, n-ന് പകരം n0 കൊടുത്തു, equal to ടൈം t 0 ആയതുകൊണ്ട് മൈനസ് ലാംഡ ഇൻറ്റു 0 0 ആയി പോവും അല്ലെ, ഇനി എന്തേ ഉള്ളൂ, പ്ലസ് c. അപ്പൊ log n0 is equal to നമുക്ക് എന്തെന്ന് എഴുതാം, c എന്ന് എഴുതാം.
കണ്ടീഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ, ടൈം t is equal to 0 ആയിരിക്കുമ്പോൾ n is equal to n0 ആണ്. then log n0 is equal to ഈ ടേം 0 ആയി പോവും, പ്ലസ് c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c is equal to log n0. ഇനി c ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ log n അല്ലെ, log n ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു ടി പ്ലസ് എന്തായിട്ട് എഴുതാം, ലോഗ് n0. സിക്ക് പകരം ലോഗ് n0 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ലോഗ് n ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു ടി പ്ലസ് ലോഗ് n0 എന്ന് നമ്മൾ എഴുതി. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ലോഗ് n0നെ ലോഗ് n-ന്റെ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ലോഗ് n അല്ലെ, ലോഗ് n മൈനസ് log n0, log n minus log n0 is equal to minus lambda into t. Okay, so log n minus log n0 is equal to minus lambda into t. log a minus log b, log a minus log b എന്ന് പറയുമ്പോൾ log a by b ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, log n by n0 അല്ലെ, log a minus log b is equal to log a by b ആണ്. അപ്പൊ log n by n0 is equal to minus lambda into t. ഇവിടെ നിന്ന് നമുക്ക് ഇനി എന്ത് എഴുതാം, n by n0 എത്രയാന്ന് എഴുതാം. n by n0 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എക്സ്പോണൻഷ്യൽ എടുത്താൽ മതി. എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ ലോഗ് എന്ത് അല്ലെ, ലോഗിന്റെ ടേം അങ്ങ് പോവും. അപ്പൊ n by n0 is equal to അല്ലെ, ലോഗ് മാറ്റി എക്സ്പോണൻഷ്യൽ ആക്കുകയാണ്. അപ്പൊ n by n0 is equal to നമുക്ക് എന്ത് വരാം, e raised to minus lambda into t. ഓക്കെ, അപ്പൊ ലോഗ് n by n0 is equal to minus lambda into t ആയിരുന്നു. അപ്പൊ അതിനെ മാറ്റി നമ്മൾ എക്സ്പോണൻഷ്യൽ എടുത്തു. അപ്പൊ എന്തായിട്ട് വരും, n by n0 is equal to e raised to minus lambda into t എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം, n is equal to n0 e raised to minus lambda into t എന്നായി. ഓക്കെ, അപ്പൊ n is equal to n0 e raised to minus lambda into t, അതാണ് നമ്പർ ഓഫ് അല്ലെ, നമ്പർ ഓഫ് ന്യൂക്ലിയസ് അല്ലെ, നമ്പർ ഓഫ് ന്യൂക്ലിയസിന്റെ ഒരു ഗിവൺ ഇൻസ്റ്റന്റിൽ എത്ര ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. n is equal to n0 e raised to minus lambda into t. അപ്പൊ അതെങ്ങനെയാ ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ലോയിൽ നിന്നാണ്, റേഡിയോ ആക്റ്റീവ് ഡിസിന്റഗ്രേഷൻ ലോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റേഡിയോ ആക്റ്റീവ് ഡിസിന്റഗ്രേഷൻ ലോയിൽ നമ്മൾ പറയുന്നത് റേറ്റ് ഓഫ് ഡിസിന്റഗ്രേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയസ് അണ്ടർഗോസ് ഡിസിന്റഗ്രേഷൻ അല്ലെ, dn by dt is directly proportional to number of nucleus present in the sample at that instant. Okay, സാമ്പിളില് എത്ര ന്യൂക്ലിയസ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും റേറ്റ് ഓഫ് ഡിസിന്റഗ്രേഷൻ എന്ന് പറയാം. അപ്പൊ dn by dt is directly proportional to n അല്ലെ. അപ്പൊ dn by dt equal to a constant minus lambda into n. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് dk ആണ് എന്നുള്ളതാണ്. ഒന്ന് റീഅറേഞ്ച് ചെയ്തു, dn by n is equal to minus lambda t. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓഫ് dn by n is equal to minus lambda into അല്ലെ മൈനസ് ഇന്റഗ്രൽ ഓഫ് lambda t. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് dn by n is equal to log n, log n is equal to minus lambda into t plus c എന്ന് എഴുതി. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് അല്ലെ ഒരു കണ്ടീഷൻ കൊടുക്കാം. അറ്റ് ടൈം t is equal to 0 ആവുമ്പോൾ n is equal to n0 എന്ന് പറഞ്ഞാൽ n0 ആയിരുന്നു ഇനിഷ്യൽ നമ്പർ ഓഫ് ആറ്റം. ഡിസിന്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ആറ്റംസ്. അപ്പൊ n is equal to n0 ആണ് അറ്റ് ടൈം t is equal to 0. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും, log n0 is equal to c. ആ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ അവിടെ നിന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം, വാല്യൂ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് റീഅറേഞ്ച് ചെയ്തു. അപ്പൊ log n minus log n0 is equal to minus lambda t. ഇനി അവിടെ വന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാണ്, log a minus log b. log a minus log b is equal to log a by b ആണ്. അപ്പൊ log n by n0 is equal to minus lambda t.
അവിടെ നിന്ന് എക്സ്പൊണൻഷ്യൽ എടുത്തു അല്ലെ. അപ്പൊ ഈ n/n0 is equal to e raised to minus lambda t. അപ്പോ n is equal to n0 e raised to minus lambda t എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് വന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്പർ ഓഫ് ന്യൂക്ലിയസ് പ്രസന്റ് ഇൻ ദ സാമ്പിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n is equal to n0 e raised to minus lambda t. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ എടുത്ത് എഴുതാണ്. n is equal to n0 e raised to minus lambda into t. ഓക്കെ, ഇനി നമുക്ക് അല്ലെ ഹാഫ് ലൈഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ടൈം ടേക്കൺ ഫോർ ഹാഫ് ഓഫ് ദ ന്യൂക്ലിയസ് ടു ഡിസിന്റഗ്രേറ്റ്. ഹാഫ് ഓഫ് ദ ന്യൂക്ലിയസും എന്ത് ചെയ്യണം, ഡിസിന്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഹാഫ് ലൈഫ് എന്ന് പറയാം. അപ്പൊ എന്ത് വരും, ഇനിഷ്യലി n0 നമ്പർ ഓഫ് ആറ്റംസ് അല്ലെ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ എന്തായിട്ടാ വരിക, ഹാഫ് പകുതി ഡിസിന്റഗ്രേറ്റ് ചെയ്യണം. പകുതി ഡിസിന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, n0/2 അല്ലെ. അപ്പൊ n is equal to n0/2 ആകാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഹാഫ് ലൈഫ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഹാഫ് ലൈഫിന് നമ്മൾ എടുക്കുന്ന t is equal to t half എന്നാണ്. ഓക്കെ, ക്യാപിറ്റൽ ടി ഹാഫ് എന്ന് എഴുതാം അല്ലെങ്കിൽ സ്മോൾ ടി ഹാഫ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ടി ഹാഫ് ആണ്. ടി ഹാഫ് എന്ന് പറയുന്നതാണ് ഹാഫ് ലൈഫിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും, n/ന് പകരം n0/2 കൊടുക്കാം. അപ്പൊ n0/2 is equal to n0 e raised to minus lambda into t half. n0 നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പൊ 1/2 is equal to e raised to minus lambda into t half. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നമുക്ക് എങ്ങനെ എഴുതാം, 1/2 equal to 1/e raised to lambda t half എന്ന് എഴുതാൻ വയ്യേ അല്ലെ. ഇവിടെ e raised to minus lambda t half ആണ്. അപ്പൊ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി താഴേക്ക് എടുത്തു. 1/e raised to lambda t half. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എഴുതാം e raised to lambda t half is equal to 2 എന്ന് എഴുതാം. ഇനി എക്സ്പോണൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യാണ് അല്ലെ, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോണൻഷ്യലിനെ കളഞ്ഞ് വീണ്ടും ലോഗ് ആക്കുകയാണ്. അപ്പൊ എന്തുവരും, ലോഗ് എടുക്കുമ്പോ എന്തുവരും, lambda t half is equal to log 2 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ t half is equal to നമുക്ക് എങ്ങനെ എഴുതാം, t half is equal to log 2 divided by എന്തായിട്ട് എഴുതാൻ പറ്റും, lambda. ഓക്കെ, ഇത് log to the base e ആണ്. നമുക്ക് എന്ത് ചെയ്യണം, log to the base 10 ആക്കി മാറ്റണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോഗരിതം ടേബിളിൽ നിന്നൊക്കെ റിസൾട്ട് എടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ log to the base e 2 divided by lambda. ഓക്കെ, അതിന് log to the base 10 ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, 2.303 into അല്ലെ 2.303 log to the base e നെ log to the base 10 ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, 2.303 എന്ന് പറയുന്ന ഒരു വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 3 അല്ലെ ഇൻറ്റു log to the base 10. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് log to the base e നെ log to the base 10 ആക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഡിവൈഡഡ് ബൈ എന്ത് വരും, ലാംഡ. ഇനി log to the base 10 എന്ന് പറയുന്ന ലോഗരിതം ടേബിൾ നോക്കുമ്പോൾ നമുക്കറിയാം 0.3010 ആണ്. അപ്പോ അതിന്റെ വാല്യൂ നമ്മൾ എപ്പോഴും എടുത്ത് ചെയ്യാറുള്ളതാണ്. അപ്പൊ നമുക്ക് ടി ഹാഫ് എങ്ങനെ എഴുതാം, ടി ഹാഫ് is equal to 2.303 into 0.3010 divided by lambda എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.693 divided by lambda ആണ്. ഓക്കെ, അപ്പൊ ടി ഹാഫ് is equal to നമുക്ക് എത്ര വരും, ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്, ടി ഹാഫ് is equal to 0.693 divided by lambda. ഓക്കെ, അപ്പൊ എന്താണ് ടി ഹാഫ് എന്ന് പറയുന്നത്, ടൈം ടേക്കൺ ഫോർ ഹാഫ് ഓഫ് ദ ന്യൂക്ലിയസ് ടു ബി ഡിസിന്റഗ്രേറ്റ് അല്ലെ, ഹാഫ് ഓഫ് ദ ന്യൂക്ലിയസ് ടു ഡിസിന്റഗ്രേറ്റ് ആണ്. ടൈം ടേക്കൺ ഫോർ half of the nucleus to disintegrate.
എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി N0 നമ്പർ ഓഫ് ആറ്റംസ് ആണെങ്കിൽ പിന്നെ എത്രയേ പാടുള്ളൂ, പകുതി ഡിസിന്റഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ N0/2 ആവണം. അപ്പൊ N is equal to N0/2. അതിനെടുത്ത ടൈമിനെ നമ്മൾ എന്തെന്ന് പറയും, ഹാഫ് അല്ലെ, ടി ഹാഫ് ലൈഫ് എന്ന് പറയും. ഓക്കെ, ഹാഫ് ലൈഫ് എന്നാണ് പറയാ. ഓക്കെ, അപ്പോ അതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുത്തു അല്ലെ. 1/2 is equal to e raised to minus lambda t half ആണ്. മൈനസിനെ പ്ലസ് ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, 1/e raised to lambda t half എന്നെടുത്തു. അപ്പൊ ഇവിടുന്ന് e raised to lambda t half is equal to 2 എന്ന് വന്നു അല്ലെ. അപ്പൊ lambda t half is equal to എക്സ്പോണൻഷ്യൽ കളയാനായിട്ട് നമ്മൾ ലോഗ് എടുത്തു അല്ലെ, ലോഗ് എടുത്തു. അപ്പൊ lambda t half is equal to log 2 എന്ന് എഴുതി. അപ്പൊ അവിടെ നിന്ന് t half is equal to log to the base e2 divided by എന്ത് വരാം, lambda. ഇനി നമുക്ക് log to the base 10 ആക്കണമെങ്കിൽ 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ log to the base 10 ആയി. അപ്പൊ log to the base 10 ന്റെ വാല്യൂ നമുക്ക് അറിയാം 0.303 ആണ് അല്ലെ. ആ വാല്യൂ നമ്മൾ കൊടുത്തു, മൾട്ടിപ്ലൈ ചെയ്തെടുത്തപ്പോ 0.693 ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് കിട്ടി. അപ്പൊ ഹാഫ് ലൈഫ് എത്രയാണ്, ഹാഫ് ലൈഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ ലാംഡ. അപ്പൊ ഇക്വേഷൻ രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ ഓഫ് ആറ്റത്തിന്റെ ഇക്വേഷൻ ഉണ്ട്, n is equal to N0 e raised to minus lambda t, t half is equal to 0.693 divided by lambda. ഓക്കെ, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ ഇനിയും വേറെ ഇക്വേഷനും കൂടെ ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പഠിച്ചു അല്ലെ. സ്പോണ്ടേനിയസ് ഡിസിന്റഗ്രേഷൻ ഓഫ് ദി ന്യൂക്ലിയസ് ആണ് ബൈ ദ എമിഷൻ ഓഫ് ആൽഫ ബീറ്റ ഗാമ പാർട്ടിക്കിൾസ്. ഓക്കെ, ഇനി അതിന്റെ ഇക്വേഷൻ അല്ലെ, ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ നമ്മൾ പഠിച്ചു. ആ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേയിൽ നിന്ന് നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്തു, n is equal to N0 e raised to minus lambda into t. ഓക്കെ, ഇനി അവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു, ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ടൈം ടേക്കൺ ഫോർ ഹാഫ് ഓഫ് ദ ന്യൂക്ലിയസ് ടു ഡിസിന്റഗ്രേറ്റ് ആണ്. അപ്പൊ അതിനെടുത്ത ടൈം നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അതിന്റെ ഇക്വേഷനും നമ്മൾ എഴുതി. ഓക്കെ, I think these topics are clear for you. If you like this video, please subscribe and enable the bell button. Thank you.